നോറ പൊളിഞ്ഞ് അടങ്ങി എന്ന് പറയേണ്ടി വരും. ഇന്ന് ഋഷിയും അർജുനും ഇരുന്ന് അവരുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഇവരുടെ ഇടയിലേക്ക് ഒരുപാട് നുണകൾ എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്ന 2 റൂമിലുണ്ടായിരുന്ന ഒരേ വ്യക്തി എന്ന് പറയുന്നത് നോറയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വന്നിരുന്നിട്ട് നോറ അർജുനാണ് ഇതൊക്കെ ചെയ്തത്, അല്ലാതെ ശരണ്യ ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അർജുനാണ് ഈ ഗെയിം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തത്, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നെല്ലാം പറഞ്ഞത് അർജുനാണ് ഇവിടെ തെറ്റ് ചെയ്തത്, അർജുൻ്റെ പണിയായിരുന്നു. പിന്നെ അവിടെ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൻ്റെ ഇടയിൽ അത് അപ്സര സംസാരിച്ച സമയത്ത് അർജുനാണോ ഋഷിയാണോ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് അവിടെ അർജുൻ പോയി. അത് അർജുൻ്റെ മിടുക്ക്, അതുപോലെ ഋഷിയുടെ കഴിവുകേടാണെന്ന് അപ്സര പറഞ്ഞു. ഇതൊക്കെ അർജുൻ കേട്ടുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരുപാട് അർജുനെതിരെ പറഞ്ഞു കൊടുത്തിരുന്നു ഋഷിയുടെ മനസ്സിലേക്ക്. അതുകൊണ്ട് തന്നെ ഋഷി ഇന്ന് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നോറയെ വിളിച്ചിരുത്തിക്കൊണ്ട് അർജുനുമായി സംസാരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നോറയെ പിടിച്ചിരുത്തിക്കൊണ്ട് നോറ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നൊരു കാര്യം നോറയുടെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് അർജുൻ്റെ അടുത്തും ക്ലിയർ ചെയ്യാനായിട്ട് പറഞ്ഞു. നോറ ആകെ പെട്ടുപോയൊരു സന്ദർഭമായിരുന്നു അത്. നോറയ്ക്ക് സത്യമല്ലാതെ വേറെ ഒന്നും പറയാനായിട്ട് അവിടെ സാധിക്കില്ല. അർജുൻ അവിടെ ഇരിപ്പുണ്ട്, അർജുൻ ചെയ്യാത്ത കാര്യങ്ങൾ നോറയ്ക്ക് അവിടെ പറയാനായിട്ട് കഴിയില്ല. പക്ഷേ ഓരോ കാര്യങ്ങളായി എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ വളഞ്ഞു മൂക്ക് പിടിക്കുകയും കുഴയുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ ഋഷിക്ക് കാര്യം മനസ്സിലായി. ഋഷിക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറായി, അർജുനുമായി ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം ഋഷി പറഞ്ഞു, അപ്പം എനിക്കിട്ട് എല്ലാം പണിതിരുന്നത് നോറയാണ്, പിന്നെ ജിൻഡപ്പനായിരുന്നു. ജിൻഡപ്പൻ വന്നിട്ട് നിന്നെക്കുറിച്ച് അതുപോലെ പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്തു അങ്ങനെ പറയണു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ജിൻഡപ്പന്, അതുപോലെ തന്നെ ജാൻമണിയും. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് അവിടെ തുറന്ന് സമ്മതിക്കുകയാണ് ഋഷി. നോറയുടെ ഗെയിം പാടെ പൊളിഞ്ഞൊരു സന്ദർഭമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ടാണ് ഋഷിയും സായിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സായി പറയുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കളിച്ചത് മുഴുവൻ നോറയായിരുന്നു എന്ന് എനിക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. നോറയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്കത് പൂർണ്ണമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോറേനെ വിളിച്ചിരുത്തി സംസാരിക്കാനായിട്ട്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിനക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ടായിരുന്നു, ഇതിൽ ജിൻഡപ്പനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സായി പറയുന്നുണ്ട്, ജിൻഡപ്പനുണ്ടായിരുന്നു ഇല്ലെന്നല്ല, പക്ഷേ നോറയുടെ അത്രയ്ക്കും വിഷമല്ല ജിൻഡപ്പൻ എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അത് സായിയുടെ ഒരു രീതിയാണ് സായി അവിടെ പറയുന്നത്. നോറയുടെ അത്രയ്ക്കും വരില്ല, നോറ അത്രയും നല്ല ഗെയിമറാണ് എന്നാണ് സായി അവിടെ സമ്മതിച്ചു കൊടുക്കുന്നത്. ഒരു അപാര ഗെയിം തന്നെയാണ് നോറ അവിടെ കളിച്ചത്. ആ ഗെയിമിലാണ് നിങ്ങളെല്ലാവരും വീണ് പോയത്. അത് നോറയുടെ ഗെയിമിൻ്റെ സക്സസ് ആണ്. പക്ഷേ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ നോറയാണ്. ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ നോറയാണ്. അത് പൊളിച്ചടക്കിയിരിക്കുകയാണ്. അപ്പോൾ സായി പറയുന്നുണ്ട്, ഇതിൽ ഞാനാണ് മുൻകൈ എടുത്തത് എന്നൊക്കെ സായി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എന്തായാലും സായിയും ഋഷി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് നോറ ഒരു ബെസ്റ്റ് ഗെയിമർ തന്നെയാണ്. ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നല്ല വ്യക്തമായ കഴിവുള്ള മത്സരാർത്ഥി തന്നെയാണ് നോറ. അതുപോലെ തന്നെ ജാസ്മിനും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ സ്ട്രൈറ്റ് ഫോർവേഡായി കളിക്കും, പുറകിൽ നിന്നല്ല കുത്തുന്നത്. പക്ഷേ നോറ പുറകിൽ നിന്ന് കുത്തുന്നു എന്നാണ് ഇവരുടെ കണ്ടെത്തൽ.